യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയും. ഇപ്പോൾ മന്ത്രിയായി MLA ആയി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അധ്യക്ഷ പദവി ഒഴിയുന്നത്. അധ്യക്ഷ പദവിയിലേക്ക് പ്രഥമ പരിഗണന ബിനു ചുള്ളിയിലിന് ആണ് എന്ന വിവരമാണ് വരുന്നത്. ബിനു അധ്യക്ഷ പദവിയിലെത്തിയാൽ യൂത്ത് കോൺഗ്രസിലും KC വിഭാഗം പിടിമുറുക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ OJ ജനീഷ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ഒരു പേരാണ് ബിനു ചുള്ളിയിൽ. അദ്ദേഹത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ ആ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും പരിഗണനയിലേക്ക് വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് പല പേരുകൾ ഉയർന്നു വരികയും ഒടുവിൽ OJ ജനീഷിന് നറുക്ക് വീഴുകയും ചെയ്തത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് OJ ജനീഷ് നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇടത് മണ്ഡലത്തിൽ വലിയൊരു വിജയം ഉറപ്പാക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ജനീഷിന് വളരെ അപ്രതീക്ഷിതമായി ഈ മന്ത്രിസഭയിലെ ഏറ്റവും ജൂനിയറായി VD മന്ത്രിസഭയിൽ ഇടം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ജനീഷിനെ മാറ്റിക്കൊണ്ട് പകരം ഒരു പുതുമുഖത്തെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. അവിടെ ഏറ്റവും പ്രഥമ പരിഗണന KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലാണ്. ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായേക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ വന്നാൽ യൂത്ത് കോൺഗ്രസിലും കൃത്യമായി OJ ജനീഷും KC പക്ഷത്ത് തന്നെയാണ്. പക്ഷേ ബിനു ചുള്ളിയിൽ കുറച്ചുകൂടി സംഘടനാ തലത്തിൽ KC വിഭാഗത്തിന് വേണ്ടി വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു യുവ നേതാവാണ്. ബിനു ചുള്ളിയിലെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിലും ആധിപത്യം ഉറപ്പാക്കാനുള്ള മേൽക്കൈ നേടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ KC പക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാവുക? നോമിനേഷൻ ആയിരിക്കുമോ? നേരത്തെ നമുക്കറിയാം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി. പിന്നീട് ആ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ജനീഷ് വരുന്നത്. നോമിനേറ്റ് ചെയ്യുക എന്നത് തന്നെയാണോ തെരഞ്ഞെടുപ്പ് രീതി? അത്തരത്തിലൊരു നീക്കത്തിലൂടെ ജനീഷിന് പകരക്കാരനായി ബിനുവിനെ എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാക്കുക. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷേ അവിടെ കൃത്യമായി ഒരു KC വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ബിനു ആദ്യഘട്ടത്തിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു. അന്ന് അബിൻ വർക്കിക്കൊപ്പം ബിനു ചുള്ളിയുടെ പേരും വലിയ സജീവമായി തന്നെ നിലനിന്നിരുന്നു. പക്ഷേ അബിന് ദേശീയ തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല നൽകിക്കൊണ്ടാണ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിനു ചുള്ളിയെ പരിഗണിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ OJ ജനീഷ് മന്ത്രിസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് ജനീഷിന് പകരക്കാരനായി ബിനു ചുള്ളിയിലിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.